നിങ്ങളുടെ സന്തോഷം കുറഞ്ഞു പോയോ? Has your joy decreased? നമുക്ക് ശക്തമായിട്ട് കർത്താവിന് ഒരു മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. Hallelujah. Amen. ആമേൻ. നിങ്ങളുടെ സീറ്റിംഗിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. I thank all of you who participated in the seating arrangements. It looks much better from here. ഇവിടുന്ന് നോക്കിയിട്ട് നല്ല സൗന്ദര്യമുണ്ട്. നിങ്ങളെ അസ്വസ്ഥരാക്കാനായിട്ടല്ല, പ്രത്യുത പല അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട്, വിശേഷിച്ച് നമ്മുടെ യങ് ഫാമിലീസ് വിത്ത് സ്മോൾ ചിൽഡ്രൻ, they cannot be running around all the time, sitting in different places, and also sitting in places that are not convenient. Instead, if they can occupy the back pews, that will be greater, that will be much better, and also we can reserve the room for the guests coming and joining us later. So please keep it in your mind for the future also. God bless you for that. Amen. നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ച ഇടത്ത് നിന്ന് നമുക്ക് ഇന്ന് രാവിലെ ഈ മെസ്സേജ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. Let us come back to the word of God where we left off last week. We're going to pick up there. നമ്മുടെ ട്രഷർ, നമ്മുടെ നിധി, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന നമ്മുടെ നിധി, അതാണ് നമ്മുടെ ഡെസ്റ്റിനിയെ, നമ്മുടെ ലക്ഷ്യത്തെ നിർണ്ണയിക്കുന്നത്. The treasure that we consider most significant in our life, that determines our destiny. ഈ സീരീസ് നമ്മൾ ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. The series that we have been talking about is from Philippians chapter 3. Today is going to be from 7 through 11. ആരംഭ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് അത് തുടർന്ന് മുന്നോട്ട് പോകാം. And we have seen the beginning passages, but today we're going to continue from there. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആർക്കാനും ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ടെങ്കിൽ എനിക്ക് അധികമുണ്ട്. Apostle Paul says, if anybody can boast in the flesh, I had the more right. എന്തൊക്കെയാണ് പൗലോസ് ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. Let us look at the list that Paul provides. അദ്ദേഹം പറയുന്നു, ഞാൻ 8ാം നാളിൽ പരിച്ഛേദനയേറ്റ ആളാ. And he says, I was circumcised on the 8th day. ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. And I am of the tribe of Israel. ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. I'm of the tribe of Benjamin. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. A Hebrew of Hebrews. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്. In regard to the law, I'm a Pharisee. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. As for zeal, persecuting the church. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനിന്യനാണ്. As for righteousness based on the law, faultless. നോക്കണം, പൗലോസിന് ശരിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം ഉണ്ടായിരുന്നു. Paul had an interesting background. ശരിയായിട്ടുള്ള ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. He had a true training. വലിയ എരിവുള്ളവനായിരുന്നു മതത്തെ സംബന്ധിച്ച്. He was very zealous for the religion. മനുഷ്യന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആളാ പൗലോസ്. ശൗല്, according to people's view, somebody who performed very well. എന്നാൽ പൗലോസ് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് തന്നെ അത്ഭുതം തോന്നും, അതിനൊന്നും യാതൊരു വിലയില്ലായിരുന്നെന്നാ പൗലോസ് പറയുന്നത്. But it amazes us. Paul is saying that none of those things are important in the sight of God. എന്റെ റെസ്യൂമേ യാതൊരു പ്രയോജനവും ഇല്ലാത്തതായിരുന്നു, എന്റെ ഈ ക്രെഡൻഷ്യൽസ് കൊണ്ട് ഒന്നും എനിക്ക് പ്രയോജനമില്ലായിരുന്നെന്നാ പൗലോസ്. He's saying my resume is useless, all my credentials are useless. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. So because of that I did one thing. അതാണ് 7, 8 തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. And that is what we read in verse 7, 8. ഒരു വലിയ എക്സ്ചേഞ്ച് നടന്നെന്നാ പൗലോസ് പറയുന്നു. Paul is saying I had a great exchange. നമ്മളിൽ എത്ര പേര് ഒരു എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ട്? How many of we have exchanged? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ ഒരു എക്സ്ചേഞ്ച്, ഒരു കൈമാറ്റം നടത്തിയ എത്ര പേരുണ്ട്? How many of you have, as you received Christ, how many of you made that exchange in your life? അതോ എനിക്കുണ്ടായിരുന്ന എല്ലാ ക്രെഡൻഷ്യൽസിന്റെയും കൂടെ കർത്താവിനെയും കൂടെ ഏറ്റുകൊണ്ടെന്നാണോ? And or are you accepted Christ along with all the credentials you have? അങ്ങനെ ക്രിസ്തീയ ജീവിതം സാധ്യമാകില്ല. And Christian life is not possible. ക്രിസ്തീയ ജീവിതം സാധ്യമാകണമെങ്കിൽ നമ്മൾ ഒരു എക്സ്ചേഞ്ച് നടത്തിയിരിക്കണം. If you want true practical Christian life, we must have an exchange. ഒരു കൈമാറ്റം നടത്തി. Their transformation or എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? How many of you can boldly say that? ഞാൻ ഒരു കൈമാറ്റം നടത്തി. I have made a transfer or exchange. യേശുവിനെ കണ്ട് യേശുവിനെ സ്വീകരിച്ച് അന്ന്, at the day that I met Christ, ഞാൻ ഒരു കൈമാറ്റം നടത്തി. I made an exchange or a transfer. എത്ര പേർക്ക് ധൈര്യത്തോടെ കർത്താവിന് മഹത്വം കരേറ്റാം? How many of you can boldly say that this morning? ഹല്ലേലൂയ. Hallelujah.
8 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ച്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. Whatever gains to me, I can now consider loss for the sake of Christ. 8 വാക്യം, അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. What is more, I consider everything a loss because of the surpassing worth of knowing Christ Jesus my Lord. 11 വാക്യത്തിൽ വായിക്കുന്നു, ഇങ്ങനെ വല്ല വിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. And in verse 11 it says, becoming like him in his death, and so somehow to attain the resurrection from the dead, I consider all these things rubbish. നോക്കണം, ഒരു വ്യക്തി നാളുകളായിട്ട് അഭിമാനിച്ചു കൊണ്ടിരുന്ന പുകഴ്ച പറയുവാൻ കാരണമായിട്ട് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചെന്ന്. As something an individual considered valuable and worth he's abandoning it. ഇത്രയും നാൾ ജീവിച്ചത് വിജയത്തിന് വേണ്ടിയായിരുന്നു, അംഗീകാരത്തിന് വേണ്ടിയായിരുന്നു, ശരി എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. All this time I have living for others, things that I consider right doing, that's what I was doing. അതുകൊണ്ട് നമ്മുടെ ഷെൽഫ് എല്ലാം നിറച്ചു വെച്ചിരിക്കുകയാണ്. And our shelves are full of these accolades. ഒരുപാട് ട്രോഫീസും ഒക്കെ കൊണ്ട് നമ്മൾ നമ്മുടെ ഷെൽഫ്സ് എല്ലാം നിറച്ചു വെച്ചിരിക്കുകയാണ്. All these trophies and accomplishments are covered in our shelves. വളരെ അഭിമാനത്തോടെ ഗർവത്തോടെ നമ്മൾ എല്ലാരെയും കാണിച്ചു, ഇതെന്റെ സക്സസിന്റെ ട്രോഫീസാ. And very proudly we point out these are the accomplishments of success trophies. ഇതെല്ലാം ലോകത്തിൽ എനിക്ക് ലഭിക്കുന്ന അംഗീകാരത്തിന്റെ തെളിവുകളാ. These are the signs of the recognition that I receive in this world. അടുത്തൊരാൾ നിപ്പുണ്ട്. And there is somebody near me. അദ്ദേഹത്തിന്റെ ഷെൽഫ് മുഴുവൻ എംറ്റിയാ, ഒന്നുമില്ല. And that person's shelf is empty. അവൻ ചോദിച്ചു, താങ്കൾക്ക് എന്ത് പറ്റി? So the person asked, what happened to you? താങ്കളുടെ ഷെൽഫിലൊന്നും കാണാനില്ലല്ലോ. There is nothing visible in your shelf. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതെല്ലാം ട്രേഡ് ചെയ്തു, ഞാനെല്ലാം എക്സ്ചേഞ്ച് ചെയ്തു. That person said, I exchanged all those accolades. എന്തിനു വേണ്ടിയാ എക്സ്ചേഞ്ച് ചെയ്തത്? What did I exchange it for? I exchanged it for one person. ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ അതെല്ലാം എക്സ്ചേഞ്ച് ചെയ്തു. ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ അതെല്ലാം കൈമാറ്റം നടത്തി. For a particular person I exchanged all those. അതോടുകൂടെ മറ്റു പലതും എനിക്ക് കിട്ടി. And along with that I received many other things. Forgiveness, മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിക്കാനുള്ള കഴിവ്. And I have received the gift of forgiving others. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്. And renew relationships. സൗഖ്യം പ്രാപിച്ച ഹൃദയങ്ങള്. And a heart that is healed. അതുപോലെ തന്നെ സമാധാനമുള്ള അനുഭവങ്ങളെല്ലാം അതിന് പകരമായിട്ട് എനിക്ക് കിട്ടി. All the peaceful experiences in my life I received that instead of. അപ്പോൾ നമ്മൾ ചുമന്നുകൊണ്ട് നടന്നതിനെ എല്ലാം പൗലോസ് എന്താ വിളിക്കുന്നതെന്ന് നോക്കി. So all the things that we carried, what is Paul calling? അപ്പോൾ വേൾഡ്ലി ക്രെഡൻഷ്യൽസിൽ ആരെങ്കിലും പുകഴ്ച കണ്ടെത്തിയിരിപ്പുണ്ടോ? If any of you taking pride in the worldly credentials, ലോകത്തിന്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അതിൽ പുകഴ്ച കാണിച്ചിരിക്കുന്നു. if you're any boasting in the things of this world, then Paul is talking to us. അപ്പോൾ ലോകത്തിന്റെ ആ ക്രെഡൻഷ്യൽസിനെ പിന്തുടരുന്നവർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. There is a voice that those people who follow the worldly credentials, വലത്തോട്ട് തിരിഞ്ഞ് അംഗീകാരത്തിന് വേണ്ടി പോണം, and take to the right and go receive the recognition, അവിടെ മുന്നോട്ട് പോയിട്ട് സക്സസിന് വേണ്ടി and പരിശ്രമിക്കണം, go forward and try for a success. പിന്നെയും ഫർദർ ആയിട്ട് പിന്നെയും മുന്നോട്ട് പോയി നിങ്ങൾ വലിയ അഭിവൃദ്ധി പ്രാപിക്കണം, പ്രോസ്പെരിറ്റി പ്രാപിക്കണം. And go much forward and receive prosperity. കുറച്ചു നേരം കഴിയുമ്പോൾ റീകാൽക്കുലേറ്റ് ചെയ്ത് പറയാ, ഒന്നും പ്രയോജനമില്ല. And after a while they sum it all up and say they I have not accomplished. ഇതിന്റെ പിന്നാലെ എല്ലാം ഓടുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയല്ല, റെക്കഗ്നീഷൻ, സക്സസ്, പ്രോസ്പെരിറ്റി, വലിയ വിലയൊന്നുമില്ല ഇതിനൊന്നും. When we run after all these things, we understand success and prosperity, and all these things are meaningless. എന്നാൽ ട്രേഡ് ചെയ്ത ആളുകളോട്, കൈമാറ്റം നടത്തിയ ആളുകളോട് ഒരു ശബ്ദം പറയുക, But if you ask somebody who traded all this, നീ ഓൾറെഡി സ്നേഹിക്കപ്പെട്ടവനാ, you are already loved. ഇനി നിനക്കൊരു കർത്തവ്യമുണ്ട്, ഗോ ആൻഡ് ലവ് അതേഴ്സ്. Then you have a duty, go love others. നീ പരാജയപ്പെടുമ്പോൾ വിഷമിക്കേണ്ട, വീണ്ടും നിനക്ക് ആരംഭിക്കാം. When you are a failure, don't be disappointed, you can start again. ഞാൻ നിന്നെ കൈവിടുകയല്ല, I will never abandon you. ഞാൻ അതിനെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിനക്ക് പുനരാരംഭിക്കാം. I have considered that, you can start again. അതാണ് ഈ കൈമാറ്റത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. That is the main secret of this exchange that we have done. നോക്കണേ, പൗലോസ് ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. And there are the list Paul talks about is very important. പൗലോസ് ആദ്യം പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്നാണ്. First thing he said, whatever gains to me, I consider them a loss. അത് വേണമെങ്കിൽ നടക്കുമായിരിക്കും അല്ലേ?
Maybe that is possible. പ്രോഫിറ്റ് ആയിരുന്നത് വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. We can ignore the profit that we receive. പക്ഷെ പൗലോസ് അവിടെ നിൽക്കുന്നില്ല. But Paul is not stopping there. രണ്ടാമത് പറയുകയാണ് എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ 8ാമത്തെ വാക്യത്തിൽ പറയുന്നു. And it says, I consider everything a loss. അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു? ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണുന്നു. First thing he said, I consider the gains to be a loss. 8ാം വാക്യത്തിൽ പറഞ്ഞു ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. And verse 8 he says, I consider everything a loss. ഇനി 11ാം വാക്യത്തിൽ വന്നപ്പോൾ പൗലോസ് പറയുക, In verse 11 Paul says, ഞാൻ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. And in verse 11 says, for to receive the resurrection from the dead, I consider all these things are rubbish. Look at the progression in the detachment, അല്ലേ? ആ ഡിറ്റാച്ച്മെന്റിലുള്ള ഒരു പ്രോഗ്രഷൻ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലാഭമായിരുന്നു ഞാൻ ഉപേക്ഷിച്ചു, വേണ്ടെന്ന് വെച്ചു. I consider those things are gain that I consider loss. എല്ലാം ഛേദമാണെന്ന് എണ്ണി. Everything I considered a loss. ഇപ്പം പൗലോസ് പറയുകയാണ് ഛേദമെന്ന് എണ്ണുന്നെന്ന് മാത്രമല്ല, Not only that I consider some things loss, ഇപ്പോൾ എല്ലാം ചവറെന്നെണ്ണുന്നു but എന്ന് I പറയും. consider everything garbage. ഗാർബേജ് എന്നുള്ള വാക്ക് വാസ്തവത്തിൽ അർത്ഥം വ്യക്തമാകല്ലേ. ചവറെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളതുപോലുള്ള അർത്ഥം വെളിപ്പെടുമെന്ന് എനിക്ക് വിശ്വാസം. When you say rubbish, that the true meaning of that does not happen. Garbage is more meaningful. മെഡിക്കൽ ടേമിൽ അത് എക്സ്ക്രിമെന്റ് എന്ന വാക്കാ ഉപയോഗിച്ചു. In a medical term, it is used. The word is excrement. എന്ന് പറഞ്ഞാൽ വെറും വേസ്റ്റ് ആയിട്ടുള്ള കാഷ്ടം എന്നൊക്കെ പറയത്തില്ലേ. And meanings excrement coming out of your body. അതിനെ നമ്മൾ എത്ര വെറുക്കുന്നോ, how much you dishonor or hate that. ഇതിനെ ഛേദമെന്ന് എണ്ണുക മാത്രമല്ല റെഫ്യൂസ് ആയിട്ട് നമ്മൾ വെറുക്കുന്നതാക്കി തീർക്കുകയാണ്. Not only we are considering something lost, but we are really refusing that and want to detach ourselves from that. ഡിറ്റാച്ച്മെന്റിൽ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രഷൻ ഉണ്ട് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ. In the life of a child of God, there is a progression in detachment. എത്ര പേർക്ക് ധൈര്യമുണ്ട് എന്റെ ഡിറ്റാച്ച്മെന്റിൽ ഒരു പ്രോഗ്രഷൻ ഉണ്ട്? How many of you can boldly say there's a detachment in my progression? ലോകത്തോട് ഡിറ്റാച്ച്മെന്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്റെ ജീവിതത്തിൽ. In my life I am detaching myself from the world. നമ്മുടെ പ്രോഗ്രഷൻ ഡിറ്റാച്ച്മെന്റിലാണോ അറ്റാച്ച്മെന്റിലാണോ? Is our progression in detachment or attachment? ഹല്ലേലൂയ. Amen. നമ്മളെ തന്നെ ചോദ്യം ചെയ്യണം. We need to ask ourselves. നമ്മള് ലോകത്തിന്റെ കാര്യങ്ങളുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് അതിനകത്ത് എൻടാങ്കിൾഡ് ആയി പോവുകയാണോ, അതോ നമ്മൾ ഡിറ്റാച്ച്മെന്റിൽ പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക? Are you being attached to the worldly things, are getting tangled up in this, or are you detaching yourself? Are you making progress in that way? ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള യെരൂശലേം നിത്യഗേഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ അംഗം പ്രത്യംഗമായി ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. ഇന്ന് രാവിലെ ഞാൻ ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പേ പ്രിയ ജെറോം മനോഹരമായിട്ട് എൻ്റെ മെസ്സേജിനുള്ളൊരു അടിത്തറ ഉണ്ടാക്കി തന്നു.
This morning, before I speak to you, Jerome had laid a solid foundation for my message. നമ്മൾ ലാഭമെന്ന് വിചാരിക്കുന്നതിനെ നമ്മൾ ഛേദമെന്ന് എണ്ണി അതിനെ തള്ളിക്കളയുവാനുള്ള നമുക്ക് ഒരു ചലഞ്ച് നമ്മുടെ മുമ്പിൽ വെച്ചു. And he had placed a challenge in front of us that the things that we consider gain to consider them loss. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കട്ടെ. And I am lovingly request this to all. നാളുകൾ കഴിയുന്തോറും നമ്മിലൊരു ഡിറ്റാച്ച്മെന്റ് ഇങ്ങനെ ഉളവായിക്കൊണ്ടിരിക്കും. As the time goes by in our lives, there should be a detachment. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നെങ്കിൽ എന്തോ തകരാറുണ്ട്. If you are really attached to the worldly things, there is something wrong. നമ്മുടെ സമ്പത്തും നമ്മുടെ വസ്തുവകകളും നമ്മുടെ പേരും പ്രശസ്തിയും നമ്മുടെ കുടുംബ പശ്ചാത്തലവും ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. All these things, our wealth and our family heritage, all these things are wonderful things. പക്ഷെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് അടുക്കുന്തോറും ഇതൊന്നും വലിയ പ്രാധാന്യമില്ലാത്തതാണെന്ന് നമ്മൾ പിന്നെയും തിരിച്ചറിയുക. But we need to recognize as we draw closer to God, all these things we consider significant become insignificant. എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഛേദമെന്ന് എണ്ണിയത്, ഗാർബേജ് എന്ന് എണ്ണിയവൻ ഇടയായി? So why did Paul consider all these things to be trash or garbage? പൗലോസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. Because of the knowledge of the Lord Jesus Christ, and because of that I consider them. അപ്പം പൗലോസ് ചില കാര്യങ്ങൾ വിട്ടുകളയുക മാത്രമല്ല ചെയ്തത്. Not only Paul abandoned some things, പൗലോസ് മറ്റെന്തോ അതിശ്രേഷ്ഠമായത് കണ്ടെത്തി. and he has found something more valuable. എന്തുകൊണ്ടാണ് പൗലോസിന് ഈ ഡിറ്റാച്ച്മെന്റ് ഉണ്ടായത്? So why the detachment happened to Paul? അധികം നല്ലതിനെ അവൻ കണ്ടെത്തി, അതുകൊണ്ടാണ്. Because he found something more valuable than what he had. താൻ പിടിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ വിലയേക്കാൾ വലിയ വിലയുള്ള ചിലത് പൗലോസ് കണ്ടെത്തി. He found something more valuable than the things that he had. അതുകൊണ്ടാണ് പൗലോസിന് അവയെ ഛേദമെന്ന് എണ്ണുവാൻ കഴിഞ്ഞത്. And that is the reason why he was able to consider them a loss. ഹല്ലേലൂയ. Amen. മാർട്ടിൻ ലൂതർ എന്ന ദൈവദാസൻ പറഞ്ഞു, The great servant of God Martin Luther said, there were a few things that I kept to myself, counting them as so dear. എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ കൗണ്ട് ചെയ്തിരുന്നു, അത് ഞാൻ വളരെ ഡിയർ ആയിട്ട് ഞാൻ കീപ്പ് ചെയ്തിരുന്നു. But I lost them all. അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. But there were things that I handed over to the Lord. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. I know they still are retained. അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പലതും അല്ല നമ്മളെ സഹായിക്കാൻ പോകുന്നത്. The things that we consider dear to us is not what's going to help us. നിങ്ങൾ ഒരുപക്ഷെ ജിം എലിയറ്റിന്റെ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ട്. And you may have heard the great missionary Jim Elliot's statement. ഔക്ക ട്രൈബ്സിന്റെ ഇടയിൽ പോയി കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച 5 ബ്രില്യന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർ. There were 5 young men went to the Auca Indians in the Amazon forest and they died. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരു വലിയ കാര്യമൊന്നും സാധിച്ചില്ല. And they did not accomplish great things. വളരെ പ്രശസ്തരായിട്ട് കഴിവുറ്റ പ്രഗൽഭമതികളായിട്ടുള്ള 5 ചെറുപ്പക്കാരാണ്. These were some successful young men who went from here as missionaries. അവരുടെ മരണത്തെങ്കിൽ അവരുടെ ഈ രക്തസാക്ഷി മരണത്തിൽ ലോകമെല്ലാം ചോദിച്ചു. And they died as martyrs and the world asked, എന്തിനു വേണ്ടിയായി ഈ വേസ്റ്റ്, എന്തിനു വേണ്ടിയായി നഷ്ടം? why did they lose their life? പക്ഷെ അതിനു മുമ്പേ തന്നെ ജിം എലിയറ്റ് അതിന് മറുപടി പറഞ്ഞിരുന്നു. And before that Jim Elliot said this as a response. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞു, he is no fool who gives something that he cannot keep with himself in order to gain something that he will never lose. നമുക്ക് കീപ്പ് ചെയ്യാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ നഷ്ടമാക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ ഒരു ഫൂൾ അല്ല എന്ന് ജിം എലിയറ്റ് പറഞ്ഞു. നഷ്ടപ്പെടുകയില്ലാത്ത ഒന്ന് നേടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നവൻ ഒരിക്കലും ഒരു വിഡ്ഢിയല്ല. The one who gives up something he cannot keep, he's not a fool because he gains something better. അപ്പോൾ ഇവനെ പൗലോസ് ഇദ്ദേഹം പറയുന്നത് എന്തുവാ? ഞാൻ ബെറ്റർ ആയിട്ടുള്ളത് കണ്ടെത്തി. Paul is saying the same thing. I found something better. ക്രിസ്തു യേശുവിലുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, Because of the surpassing knowledge of knowing Christ, ഞാൻ ഇപ്പോൾ നേടിയിരിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. something that I've gained is much better and more valuable. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ജെറോം ഇന്ന് രാവിലെ
ആ വാക്യങ്ങൾ ഉദ്ധരിച്ചിരുന്നല്ലോ. Jerome mentioned in Matthew chapter 13 the verse that we heard. അവിടെ കർത്താവ് തന്നെ പറഞ്ഞ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചൊരു നിധിയോട് സദൃശ്യമാണ്. Jesus is talking about a man who had his treasure in the field. അതും ഒരു മനുഷ്യൻ കണ്ട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഇത് ആരും കൊണ്ടുപോകരുത്, നഷ്ടപ്പെടരുത്. The man found this treasure but then he hid it again so അവൻ others would take it. സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി. With happiness he went home and sold everything he owned. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. And also the kingdom of heaven was like a merchant was looking for a pearl. അവൻ വിലയേറിയൊരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് അത് വാങ്ങി. He found this precious pearl and he went sold everything to go buy this pearl. അത് സാക്രിഫൈസ് അല്ല, That is not a sacrifice. വൈസ് ഇൻവെസ്റ്റ്മെന്റ്. That is a wise investment. നമ്മളിൽ ആരെങ്കിലും അതിനെ സാക്രിഫൈസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. If any of you are considering that as a sacrifice, it is a mistake. വൈസർ ഇൻവെസ്റ്റ്മെന്റ്. And that is a wiser investment. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നത് വൈസർ ഇൻവെസ്റ്റ്മെന്റ്. And living for the kingdom of God is a wiser investment. കർത്താവിന്റെ വേല ചെയ്യുന്ന വൈസർ ഇൻവെസ്റ്റ്മെന്റ്. Doing the work of the Lord is a wiser investment. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത് വൈസർ ഇൻവെസ്റ്റ്മെന്റ്. Serving others is a wiser investment. കർത്താവിനെ പോലെ സ്നേഹിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വൈസർ ഇൻവെസ്റ്റ്മെന്റ്. Submitting ourselves to love like Christ is a wiser investment. നമ്മുടെ അഹങ്കാരവും അഹംഭാവങ്ങളും നമ്മുടെ സ്വയം താൻ പോരിമകളും എല്ലാം വേണ്ടെന്ന് വെക്കുന്നത് വൈസർ ഇൻവെസ്റ്റ്മെന്റ്. Giving up all your selfishness of self-centeredness is a wiser investment. എത്ര പേരാ വൈസർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്? How many of you have chosen that wiser investment? ഹല്ലേലൂയ. Amen. എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തത്? Hey, why did we do all these things? ക്രിസ്തുവിനെ അറിയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കണമെന്നാ പൗലോസ് പറയുന്നത്. What is Paul saying that knowing Christ what must happen? അതാണ് 10-11 വാക്യങ്ങളിൽ നമ്മൾ That's വായിക്കുന്നത്. what we read in verse 10 and അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്, ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. I want to know Christ, yet yes, to know the power of his resurrection and participation in suffering, becoming like him in his death, and so somehow attaining to the resurrection from the dead. അപ്പൊ എന്ത് നേടിയെന്നാ പൗലോസ് പറയുന്നത്? What is Paul gaining here? എന്ത് സാധിക്കാനാ പൗലോസ് ഇതെല്ലാം ചെയ്തത്? What did he do all these things to accomplish? To know Christ personally. ക്രിസ്തുവിനെ പേഴ്സണലായിട്ട് അറിയുവാൻ. വ്യക്തിപരമായിട്ട് എനിക്ക് കർത്താവിനെ അറിയാം. I want to know Christ personally. പൗലോസിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്ന സക്സസ് അല്ല. Paul's ultimate goal was not success. മിനിസ്ട്രിയിലെ സക്സസ് അല്ല. Not the ministry success. ഒരുപാട് ചർച്ചസ് പ്ലാൻ ചെയ്യുന്നതല്ല. Not was planting many churches. മെഗാ ചർച്ച് ഉണ്ടാക്കുന്നതല്ല പല പാസ്റ്റേഴ്സും ചെയ്യുന്നത്. Just like many pastors not building a mega church. വലിയ പേരുള്ള ആളാകുന്നതല്ല. Not that you create a name for yourself. റിലേഷൻഷിപ്പാ, ക്രിസ്തുവായിട്ടുള്ള ബന്ധമാ. Ultimately it was boiled down to the relationship നമ്മുടെ with Christ. ജീവിതത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്ന ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. Our goal also should be our ultimate and solid relationship. അതെങ്ങനെ സാധിക്കുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. Paul is saying how is that possible? വളരെ പെട്ടെന്ന് പറയാം. 3 കാര്യങ്ങളാ പൗലോസ് പറയുന്നത്. Paul is talking about 3 things. ഒന്ന്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ഞാൻ അറിയുന്നതിലൂടെ. First, knowing the power of his resurrection. എന്റെ പാപങ്ങളിന്മേൽ ജയം പ്രാപിപ്പാൻ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് വേണം. I need the power of the resurrection to overcome the heaviness of my sin. എനിക്ക് ആ ജീവന്റെ പുതുക്കം വേണം. I want the renewness of my life. എന്റെ ആത്മാവിൽ ഒരു പുതിയ ശക്തി എനിക്ക് വേണം. I need a power inside of me. അതിന് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് വേണം. Because of that, I need the power of his resurrection. ഹല്ലേലൂയ. Amen. റിസറക്ഷൻ സൺഡേയിൽ, ഈസ്റ്റർ സൺഡേയിൽ ഇതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. I spoke about that on Easter Sunday. റിസറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളതല്ല. Resurrection is not only to celebrate. അതിനേക്കാൾ ഉപരിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളത്. More than that, we want to experience the resurrection. അനുഭവിക്കാനുള്ളതാ. It is to enjoy. യേശുവിന്റെ ഉയർപ്പ് നമുക്ക് അനുഭവിക്കാനുള്ളതാ. We need to experience the resurrection power. അതിനെ പേഴ്സണൽ ആക്കാനുള്ളതാ. It is for us to make it നമ്മുടെ personal. നിർജീവമായ സിറ്റുവേഷൻസിനെ നോക്കി പറയാനായിട്ടുള്ളതാ.
and look at our own lifeless situation and യേശുവിന്റെ speak that പുനരുത്ഥാനത്തിന്റെ ശക്തിയാല് the power of the resurrection of Christ. ഞാൻ സൗഖ്യം ഡിക്ലെയർ ചെയ്യുന്നു. I claim healing. നിർജീവമായ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് പറയാനായിട്ടുള്ളതാ. And it is to look at the lifeless situation in your life and proclaim. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ And because of the resurrection power of ഞാൻ Christ, ജീവൻ പ്രഖ്യാപിക്കുന്നു. I declare life up into അപ്പൊ this യേശുവിന്റെ situation. പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ ആക്കാനുള്ളതാ. So the resurrection power of Christ is something we need to make അത് personal. പേഴ്സണലായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് I മഹത്വം thank കരുതുന്നു. God for those who are using it personally in your life. നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ഒന്നിനും യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. The things that are surrendering us or submitting us, there is no power that can compare to the resurrection power of Christ. അഡിക്ഷൻസിന് പറ്റത്തില്ല. The addictions cannot യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് അഡിക്ഷൻസിനെ തകർക്കുവാൻ പറ്റും. The power of the resurrection of Christ can detach or break the bondage of addiction. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് സൗഖ്യം നൽകുവാൻ കഴിയും. The power of resurrection can give you healing. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് നമ്മുടെ മനസ്സിനെ പുതുതാക്കാൻ പറ്റും. And the resurrection power of Christ can renew our minds. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് ഒരു പുതിയ ജീവൻ സൃഷ്ടിക്കുവാൻ കഴിയും. The resurrection power of Christ can give you new life and new creation. അത് നമുക്ക് പേഴ്സണൽ ആക്കണം. We need to make that personal. എനിക്കത് വ്യക്തിപരമായിട്ട് അനുഭവിക്കണം. I want to experience that for myself. ഒരു സോഡസ്റ്റ് പോലെ ഒരു അല്ലെങ്കിൽ അർക്കപ്പൊടിയുടെ തുല്യമായിട്ടുള്ള ജീവൻ പോരാ എനിക്ക്. I don't want a life like a byproduct of a sawdust. അർത്ഥമില്ലാത്ത ഒരു ജീവിതം, ശക്തിയില്ലാത്ത ഒരു ജീവിതം പോരെ എനിക്ക്. I do not want a powerless or meaningless life. പൗലോസ് പറയാണ് എനിക്ക് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. Paul is saying I want to know the power of the resurrection of Christ. പുനരുത്ഥാനത്തിന്റെ ശക്തി അറിഞ്ഞവരാകട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. I pray that everybody who's sitting here understand the power of അത് ചർച്ചിൽ resurrection. വരുമ്പോൾ മാത്രമല്ല, ആരാധനയിൽ മാത്രമല്ല, Not only in church or in worship service. കുടുംബങ്ങളിൽ അത് പ്രതിഫലിക്കട്ടെ. And let that reflected in your family life. കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി വിളിച്ചു പറയാൻ പറ്റണം. And can you look at your children and proclaim the power of the resurrection of Christ? അവരുടെ ഭാവിയെ നോക്കിക്കൊണ്ട് അത് വിളിച്ചു പറയാൻ പറ്റണം. Can you look at the children and proclaim that over their future? മരിച്ചു കിടക്കുന്ന നിർജീവമായ അവസ്ഥകളെ നോക്കി അത് വിളിച്ചു പറയാൻ Can you പറ്റണം. look at your dead life in the situation and proclaim the യേശുവിന്റെ resurrection of Christ? പുനരുത്ഥാനത്തിന്റെ ശക്തി. The power of the resurrection of Christ. ഹല്ലേലൂയ. Hallelujah. താങ്ക് യു ജീസസ്. താങ്ക് യു. Amen. അത് അനുഭവിക്കുന്നവരാകട്ടെ ഇവിടെ ഇരിക്കുന്ന And I ഓരോരുത്തരും. pray that everybody sitting here will be enjoying the resurrection. പരാജയങ്ങളുടെ പടുകുഴിയിലാണെന്ന് വിചാരിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടോ? If anybody thinking that you are in the failure mode, കയറി വരാൻ കഴിയുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ഇരിപ്പുണ്ടോ? if any of you thinking you cannot return back to success, യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. but you know the power of the resurrection power of Christ can ഇത് change നമുക്ക് that situation. ഉപയോഗിക്കാനുള്ള ശക്തിയാ പ്രിയപ്പെട്ടവരെ. This is a power that we need to യേശുവിനെ tap into. ഒരിക്കലായിട്ട് ഉയർപ്പിച്ച ശക്തി മാത്രമല്ല, That is not the power once to use to resurrect ഇത് Christ. എന്നിലും നിങ്ങളിലും വ്യാപരിക്കേണ്ട ശക്തിയാണ്. This is the power that need to be spreading among us. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ പ്രയോഗിക്കുന്നില്ല. If we are not using this power that is ഇന്ന് നമുക്ക് വിളിച്ചു പറയാം. and let us proclaim. പൗലോസ് പറയാ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് പ്രാപിക്കണം. Paul is saying that I want to know Christ and the resurrection power. രണ്ടാമത് പറയാം അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കണം. And second, he's saying I want to participate in his suffering. എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. We all like the power of the resurrection. സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് പറയാൻ പറ്റുമല്ലോ, കം ഔട്ട് അല്ലേ, ലീവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. We can proclaim in a situation and say come out and leave. എന്ന കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ആർക്ക് ഇഷ്ടമുണ്ട്? By who likes the participation in the suffering of Christ? ഷെയറിംഗ് ഇൻ ഹിസ് പെയിൻ. യേശുവിന്റെ വേദനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, അവന്റെ വേദനകളിൽ പങ്കാളികളാകുക. we are to be participating in the pain of Christ. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങൾ മുഖാന്തരം നമ്മൾ വളർന്നു വരിക.
And because of the suffering is nurturing us. ഓരോ സഫറിങ്ങിൽ കൂടെയും പോകുമ്പോൾ കർത്താവിനോട് പിന്നെയും അടുക്കുക. As you are going through suffering, you are drawing closer to Christ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ലക്ഷ്യമില്ലാത്തതല്ലെന്ന് തിരിച്ചറിയുക. To understand that the trials and tribulations in your life is ഇന്ന് aimless. നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. There may be things that we are questioning in our lives. കർത്താവേ എന്തേ ഇങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട്. You may be asking, Lord, why? എന്നാൽ അവയിൽ ഞാൻ പങ്കെടുക്കും തോറും അതെന്നെ കർത്താവിനോട് അടുപ്പിക്കുകയാണ്. But as I participate in those sufferings, I am getting drawn closer to Him. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Amen. അതുകൊണ്ട് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നമുക്കുണ്ടാകണം. So we need to have the fellowship of His suffering. എല്ലാ സഫറിങ്ങും ഇതിനെ ക്വാളിഫൈ ചെയ്യത്തില്ല. Not all suffering qualifies. എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിന് വേണ്ടി ജീവിച്ച് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവർത്തിച്ചുള്ള സഫറിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്. This is not talking about the suffering that we endure because we going after the worldly things. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ സഫറിങ്ങും എന്നെ കർത്താവിനോട് അടുപ്പിക്കുന്നതല്ല, അത് കൂട്ടായ്മയാണെന്നല്ല. Don't think that all suffering draw us closer to Him. കർത്താവിന്റെ നാമം നിമിത്തം നാം സഹിക്കുന്നത്. But all the suffering that we endure because of His നമ്മൾ name. ക്രിസ്തുവിനെ പിൻപറ്റുന്നത് കൊണ്ട് സഹിക്കുന്നത്. And the suffering that because we follow Him. അതിലുള്ള കൂട്ടായ്മ എനിക്ക് വേണം. I want the suffering and the ക്രിസ്തു participation. നിമിത്തമുള്ള കഷ്ടാനുഭവങ്ങൾ. The suffering because of Christ. അത് നമ്മളിൽ എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? How many of you endure that? ഞാൻ ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നത് കൊണ്ട് Because I am wearing the badge of Christ. എനിക്ക് കളവ് പറയുവാൻ പറ്റത്തില്ല, I'm not able to lie. എനിക്ക് കോപിക്കാൻ പറ്റത്തില്ല, I cannot get angry. എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല, കലഹിക്കാൻ പറ്റത്തില്ല. I'm not able to fight. എനിക്ക് ക്ഷമിക്കേണ്ടതുണ്ട്, I need to forgive. എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതുണ്ട്. I need to love others. ക്രിസ്തു നിമിത്തം എല്ലാം ചെയ്യുക. All these things I do because of Christ. ഹല്ലേലൂയ. Amen. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, Apostle Paul in Corinthians says, തന്റെ ശുശ്രൂഷയെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുക. he's looking at his own ministry, looking 2 കൊരിന്ത്യർ 6:8, 9, 10 വാക്യങ്ങളിൽ 2 Corinthians chapter 6 verse 8 and 9. പൗലോസ് പറയുക, എന്റെ ശുശ്രൂഷ എനിക്ക് മാനവും കിട്ടിയിട്ടുണ്ട്, അപമാനവും കിട്ടിയിട്ടുണ്ട്. He said, I receive honor and dishonor in my ministry. ദുഷ്കീർത്തിയും കിട്ടിയിട്ടുണ്ട്, സൽകീർത്തിയും കിട്ടിയിട്ടുണ്ട്. I also receive good name and bad name. എത്ര സത്യമല്ലേ? That is very true. വിശേഷാൽ കർത്താവിന്റെ വേല ചെയ്യുന്നവരെ സംബന്ധിച്ച് Especially those who are in the ministry. പലരും ഓർക്കും പാസ്റ്ററുടെ ജോലി എന്ന് പറഞ്ഞാൽ എത്ര നല്ലതാ, എത്ര മാനം കിട്ടുന്നുണ്ട്, Many people think that pastor's job is, he's honored all the എത്ര time. ആദരവ് കിട്ടുന്നുണ്ട്. He gets a lot of respect. പക്ഷെ പൗലോസ് പറയുന്നില്ല, മാനം മാത്രമാണോ? Paul is saying not only that honor, അപമാനവും ധാരാളം ഉണ്ടല്ലേ. I received a lot of dishonor. സൽകീർത്തി കിട്ടുന്നുണ്ട്, And I get good names, എന്നാൽ ദുഷ്കീർത്തിയുണ്ട്. also bad names. ചതിയന്മാരാന്ന് അറിയപ്പെടുന്നുണ്ട്, പക്ഷേ സത്യവാന്മാരാന്നാ പൗലോസ് പറയുന്നത്. And they are known as deceivers, but they are truly truthful people. ആരും അറിയാത്തവരാ പലപ്പോഴും, And nobody knows. എന്നാൽ എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. But everybody knows us. മരിക്കുന്നവരാണ്, പക്ഷേ ഇതാ ജീവിക്കുക. We are dying, but yet we are living. ശിക്ഷിക്കപ്പെടുന്നുണ്ട്, പക്ഷേ കൊല്ലപ്പെടാത്തവരാ. We are being punished, but not. ദുഃഖിതരാണ്, പക്ഷേ എപ്പോഴും സന്തോഷിക്കുന്നവരാ. But we are sad, but always rejoicing. കർത്താവിന്റെ വേല ചെയ്യുന്നവർ മാറിയിരുന്ന് കരയുന്നത് പലപ്പോഴും പലരും കണ്ടിട്ടില്ല. But many people have not seen the men of God who serving the church crying. അവര് കടന്നു പോകുന്ന വേദനകൾ പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല. And people don't recognize the pain that they endure. അവരൊഴുക്കുന്ന കണ്ണുനീര് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. And the tears they shed, many people don't understand. എപ്പോഴും സന്തോഷിക്കാൻ തക്കവണ്ണം കടപ്പെട്ടവർ. And those who are obligated to be always joyful. ദുഃഖങ്ങളുണ്ട്, പക്ഷേ എപ്പോഴും സന്തോഷിക്കുന്നവർ. But they are going through sadness, but they rejoice. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. And they are poor, but make others rich. ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. Even though they don't have anything, but they pretend like they have everything. ഇതെന്തൊരു കൂട്ടായ്മയാണ്. And what a fellowship. പൗലോസ് പറയാ, എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി വേണം. And Paul is saying that I want to know the power of his resurrection. അതിന്റെ കൂടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും വേണം. Along with that, I want the suffering of Christ. പുനരുത്ഥാനത്തിന്റെ ശക്തി ഏറ്റെടുക്കാൻ മാത്രം ഒരുങ്ങിയാൽ പോരാ. And you should not be only ready to receive the power of resurrection. കഷ്ടാനുഭവങ്ങളിലെ കൂട്ടായ്മയ്ക്കായിട്ടൂടെ ഒരുങ്ങണം. Also be prepared to take on the suffering of Christ. മൂന്നാമത് പറയാം, അവന്റെ മരണത്തോട്
അനുരൂപപ്പെടണം. And the third thing Paul is saying, I want to become like him in his death. എന്തോ മരണത്തോട് അനുരൂപപ്പെടുന്നു. So what does that really mean? യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നതുപോലെ നമ്മെ ക്രൂശിക്കുവാനായിട്ട് ഒരുപക്ഷെ ആരും വന്നിട്ടില്ല. And it may not be, we may not get crucified like Christ was crucified. പക്ഷേ നമ്മുടെ ദിവസം തോറുമുള്ള ജീവിതത്തിൽ സ്വയത്തിന് മരിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. But in our daily life, our self needs to die. പലപ്പോഴും നമ്മുടെ സ്വയം ഉയരാറില്ലേ? And oftentimes our self comes out. നമ്മുടെ സ്വന്തം ഈഗോ ഒക്കെ ഉയരാറില്ലേ? പ്രവർത്തിക്കാൻ തുടങ്ങാറില്ലേ? വാക്ക് പറയാൻ തുടങ്ങാറില്ലേ? Our ego comes out and it starts to reflect in our life. Die to your self. നമ്മുടെ സെൽഫിന് വേണ്ടി നമ്മൾ മരിക്കുക. അതിനെ ദിനംതോറും ഇല്ലാതെയാക്കി മുന്നോട്ട് പോവുക. Diminish that self every day and move forward. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ട് തരത്തിലുള്ള പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. As I have സമർപ്പണം. mentioned multiple times, there should be two types of surrender regarding Christian life. നമുക്കെല്ലാം ഒരു പോയിന്റ് ഓഫ് സറണ്ടർ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുക. All of us, I believe, had a point of surrender. കർത്താവിനെ കണ്ടെത്തിയ നാളിൽ The day that we found നമ്മെ Christ. തന്നെ കീഴ്പ്പെടുത്തി അവന്റെ കരത്തിൽ ഏൽപ്പിച്ച ദിവസം The day we surrendered our life to him. അതുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അല്ലേ? I believe all of you have had that എത്ര experience. പേർക്ക് ധൈര്യമുണ്ട്? How many of you can boldly കൈ say ഉയർത്തി that? കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? Let us raise our hands and praise God. ഹല്ലേലൂയ. Amen. നമുക്കെല്ലാം ഒരു പോയിന്റ് ഓഫ് സറണ്ടർ ഉണ്ടായിരുന്നു. We all had that point of surrender, I believe. പക്ഷെ അത് മതിയോ? Is that enough? ഞാൻ തിരിഞ്ഞു നോക്കുമ്പം 1971 ഏപ്രിൽ മാസത്തില് ഒരു പോയിന്റ് ഓഫ് സറണ്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. When I look back in my own life in 1971 in April, I had a point of surrender. ഞാനൊരു മീറ്റിംഗിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീരോടെ കർത്താവിനെ സ്വീകരിച്ചു. I accepted Jesus Christ with tears in a meeting. 13 വയസ്സ് മാത്രമുള്ള ഒരു ബാലകൻ. I was only 13 years old. ഒരു പോയിന്റ് ഓഫ് സറണ്ടർ ആയിരുന്നു. And that was a point of surrender. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇരുന്ന പ്രയോജനമുണ്ടോ? Can I claim that and boast about it even അന്ന് today? ഞാൻ സമർപ്പിച്ചായിരുന്നു, അന്ന് എനിക്കൊരു പോയിന്റ് ഓഫ് സറണ്ടർ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. It is useless to say that I surrendered once and long time ago. എനിക്കിപ്പോഴും ഒരു പ്രോസസ് ഓഫ് സറണ്ടർ വേണം. And we need a process of surrender. ഇന്നലെയും വേണമായിരുന്നു, ഇന്നും അത് വേണം. I was needed yesterday, but today also I need it. ഒരു പുതിയ സമർപ്പണം വേണം. We need a new surrender. പുതിയ തിരിച്ചറിവുകൾ വേണം. We need a new recognition. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ കഴിയണം. And you should be able to completely surrender yourself. എൻ്റെ സെൽഫിനെ പിന്നെയും അതിനെ കൊന്നുകൊണ്ട് ജീവിപ്പാൻ ഇടയാകും. We need to kill the self that comes up every day. It's a constant process. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, In Galatians, so Paul says, ക്രിസ്തു നിമിത്തം ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. and because of Christ I am crucified to the world. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. Along with Christ I am crucified to the world. ഡെയിലി ക്രൂസിഫിക്ഷൻ. And that is talking about a daily crucifixion. ഇത് നിസ്സാര കാര്യമല്ല. It is കർത്താവിനെ not an പിൻപറ്റുക എന്ന് easy പറയും. thing. ഒരു പ്രോസസ് ഓഫ് സറണ്ടർ. And that is a process of surrendering. എത്ര പേർക്ക് ഇന്ന് ധൈര്യത്തോടെ പറയാം? How many of you can boldly say that today? ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായി I had to want a detachment from the world. എങ്ങനെ നമുക്കത് സാധിക്കുന്നത്? How is that possible? പൗലോസ് പറയുന്നുണ്ട്, നാമല്ലോ പരിച്ഛേദനക്കാരെന്ന് പൗലോസ് പറയുന്നുണ്ട്. And Paul is saying we are the people of circumcision. ആരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്? Who is he referring to? ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവര്, Those who are worshiping in ജഡത്തിൽ spirit. ആശ്രയിക്കാതിരിക്കുന്നവര്, Those who are not depending on their flesh. എന്റെ പാസ്റ്റിൽ എന്റെ സ്വയ കാര്യങ്ങളിൽ പ്രശംസിക്കാതെയും ആശ്രയിക്കാതെയും ഇരിക്കുന്ന ആളുകൾ, Those who are not proclaiming the past or taking a courage in the past. നിസാരമായവയെ വിട്ടുകളയുന്നവര്, Those who are ignoring the simple things. യേശുവിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തിരിച്ചറിയുന്നവര്, Those who recognize knowing Christ is the most important thing in their life. ഇന്നൊരു ഫൈനൽ ചലഞ്ചിന് എത്ര പേര് ഒരുങ്ങും? How many of you will be ready for a final challenge? എന്റെ ക്രെഡൻഷ്യൽസിനെ ഞാൻ വിട്ടുകളഞ്ഞെന്നല്ല, Not only that I ignore or got rid of my credentials. I have found a friend in Jesus. യേശുവിൽ ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു. He is everything to me. അവൻ എനിക്ക് എല്ലാമാണ്. അവനുമായി താരതമ്യപ്പെടുത്തുവാൻ മറ്റൊന്നിനും കഴിയുകയില്ല. I have not found anything to equate to his name. യേശുവിൽ എൻ തോഴനെ കണ്ടേൻ.
And I have found a good friend in Jesus. എനിക്കെല്ലാമായവനെ. And he is everything to me. എൻ്റെ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ് ഞാൻ മുറുകെ പിടിച്ചോണ്ടിരുന്നതെല്ലാം All the things I held on so dearly as my credentials. ഈ നിധി കണ്ടെത്തിയപ്പോൾ When I found this treasure, എല്ലാം ഞാൻ മാറ്റി വെക്കുക. I consider all those things rubbish. നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? So how is our outlook today? ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് മനോഹരമായ ഒരു പുസ്തകം എഴുതിയ ഒരാള് ഞാൻ ഓർക്കുന്ന ആളുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. I don't know the name of the person who wrote it, but there's a beautiful book about discipleship. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു പുസ്തകമാണ്. This is a book that I read many years ago. എന്നാൽ ആ പുസ്തകത്തിന്റെ കോണ്ടന്റ് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. But I remember that content of the book is the demands of discipleship. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ട്രേഡിങ്ങിന്റെ സമയമാണ്. And he said that discipleship is a time of trading things. ആ ട്രേഡിങ്ങിൽ എന്തുവാ നടക്കുന്നത്? And what happens in that trading? നമ്മൾ മുമ്പേ വായിച്ചതുപോലെ വലിയൊരു നിധി കണ്ടെത്തി. And we read there's a great treasure. ആ നിധി എനിക്ക് വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചു. And I decided to buy that treasure. അതിന്റെ ഓണറിന്റെ അടുത്ത് പോയി. I went to the owner. ആ ഓണറിനോട് പറഞ്ഞു, എനിക്ക് ഈ നിധി വാങ്ങിക്കണം. And he told the owner, I want to buy this. അപ്പോൾ ഓണർ പറഞ്ഞു, ഈ നിധി വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തരണം, നിങ്ങളുടെ പക്കലുള്ളതെല്ലാം The തരണം. owner said, everything you own, everything you possess. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വാങ്ങാൻ ഞാൻ എല്ലാം കൊടുക്കാൻ ഒരുക്കമാന്ന് പറഞ്ഞു. I said, I am willing to give everything that I അപ്പോൾ have. ചോദിച്ചു, ഓക്കെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് എത്രയുണ്ട്? And so the owner asked, how much money you have? അപ്പോൾ ഇപ്പോഴത്തെ ലാംഗ്വേജ് ഞാൻ പറയുക കേട്ടോ. And I'm using today's colloquial language. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്ര ക്യാഷ് ഉണ്ട്. I said, I have this much cash. ഓക്കെ, ഇതിന് പകരമായിട്ട് നിങ്ങളുടെ ക്യാഷ് എൻ്റെ ആകുക. And so I'm going to take your cash in exchange for this. നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട്? How much money you have in your bank account? ഓക്കെ, ഈ നിധി വാങ്ങണമെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിലെ ആ പൈസ എൻ്റെ ആകുകയാണ്. So if you want to buy this treasure, that bank account will be mine. അപ്പം ഓക്കെ, ഞാൻ അതും തരാൻ ഒരുക്കമാന്ന് So പറഞ്ഞു. he said, I'm willing to give you that. അപ്പം ചോദിച്ചു, നിങ്ങൾക്കൊരു വീടുണ്ടോ? And then he asked, do you have a house? അപ്പം പറഞ്ഞു, യാ വീടുണ്ട്. I have a house. ഓക്കെ, ഈ നിധിക്ക് പകരമായിട്ട് ആ വീടും എൻ്റെ ആകും. So in exchange to this treasure, that house will be mine. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനപ്പം ഞങ്ങൾ പിന്നെ എവിടെ ഉറങ്ങും? ഞങ്ങളുടെ കാറിൽ ഉറങ്ങേണ്ടി വരുമല്ലോ. So where will I sleep? I will have to sleep in my car. അപ്പൊ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾക്ക് കാറും ഉണ്ടല്ലേ? So the owner said, okay, you have a ഈ car. നിധിക്ക് പകരമായിട്ട് ആ കാറും എന്റേതാകും. So for this treasure, that car will be mine also. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ എന്തെടുക്കും? And so he said, what would I do with my wife and my അപ്പൊ children? ഉടമസ്ഥൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ? Oh, so you have wife and children. അപ്പൊ ഈ നിധിക്ക് പകരമായിട്ട് അവരും എന്റേതാകും. Oh, for this treasure, they will be mine also. ഇതെല്ലാം എന്റെ ആവും. All these things will be mine. അവസാനം ഞാൻ സമ്മതിച്ചു. Finally, I agreed. ഇതെല്ലാം അവിടുത്തേത്. All these things belong to you. അപ്പൊ ഈ ഉടമസ്ഥൻ പറഞ്ഞു, So the owner said, ഇവയെല്ലാം തിരിച്ചെടുത്തോളൂ. take all these things back. ഈ ക്യാഷും ഈ അക്കൗണ്ടും ഈ വീടും ഈ കാറും കുടുംബവും എല്ലാം എടുത്തോളൂ. So take your cash and the bank account and the car and the house and all your family. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, But remember one thing. ഇന്നു മുതൽ നിങ്ങൾ ഇതിന്റെ ഉടമസ്ഥനല്ല. But you are not the owner from now on. വെറും കാര്യവിചാരകനാ. You are only somebody who is a guardianship. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കിട്ടാനായിട്ട് നിങ്ങൾ ഇതെല്ലാം ട്രേഡ് ചെയ്തു. To receive this treasure, you traded everything. അതാ നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാട്. And that is the vision that we should have. നമുക്കുള്ളതിന്റെ ഒന്നും നമ്മൾ ഉടമസ്ഥരല്ലെന്ന്. We do not own anything that we have. വെറും സ്റ്റ്യൂവർഡ്സ് We മാത്രമാണ്. are only stewards of the things കാര്യവിചാരകന്മാര് മാത്രമാണ്. We are only stewards of what he has given us. കൈകാര്യം ചെയ്യാനായിട്ട് ഇപ്പോഴത്തേക്ക് ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. For a temporary time he has given us to take അതിൽ care of. പുകഴരുത് പ്രിയപ്പെട്ടവരെ. Don't take pride in those, don't boast in those things. യേശു ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, To knowledge of the surpassing greatness of Christ, സകല ഉപേക്ഷിച്ച് ഞാൻ ചപ്പന്നും ചവറന്നും വേണ്ടുന്നു. I consider all these things are rubbish. ഇന്ന് രാവിലെ എത്ര പേരത് പറയും? How many of you will say that? എത്ര പേര് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് How many നിന്ന് of you will stand on your feet? ഒരു പുതിയ തീരുമാനത്തോടെ കർത്താവിന്റെ സന്നിധി How many of പ്രതീക്ഷിക്കും? you will take a new decision this morning? നമ്മൾ പ്രാർത്ഥിക്കാൻ We're പോവുകയാണ്. going to pray. അങ്ങനെ തീരുമാനമെടുക്കുന്നവരെല്ലാം എഴുന്നേറ്റ് And നിന്നാട്ടെ. if you're making that decision today, stand on your feet. കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ വിട്ടുകൊടുക്കാത്തതായിട്ട് എന്തെങ്കിലും Is ഉണ്ടെങ്കിൽ there anything in your life that you're willing
now willing to ഇന്ന് surrender രാവിലെ to Him. നമുക്ക് കർത്താവിനോട് പറയാം, And let us say to the Lord this morning, കർത്താവേ, അടിയനിതാ, here, Lord, here I am. നീ എനിക്കുള്ളതെല്ലാം നീ തന്നതാണ്, ഞാൻ വെറും കാര്യവിചാരകനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. Everything that I own, everything that I have, I am just a ഇതൊന്നും steward. എന്റെ സ്വന്തമല്ല. This does not belong to me. നിന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം And the surpassing greatness of your എല്ലാം knowledge of ഉപേക്ഷിച്ച് you, ചവറന്നെണ്ണുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. get rid of all this as rubbish and I submit myself. കർത്താവിനോട് പറയാം, നമ്മുടെ ഇടയിൽ നിന്നൊരു വലിയ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. And I pray that the great sound of prayer rise up from among ശബ്ദമുയർത്തി us. നമുക്ക് പ്രാർത്ഥിക്കാം. Let us raise our voice and pray to അടിയനിതാ the Lord. കർത്താവേ, നമുക്ക് ഏറ്റുപറയാം. Let us tell the Lord, here am I, നമ്മുടെ Lord. സമർപ്പണത്തിൽ വന്ന കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. Let us also confess the things that we have forgotten. എനിക്കൊരു പോയിന്റ് ഓഫ് സറണ്ടർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പ്രോസസ് ഓഫ് സറണ്ടർ ഇല്ലാതെ പോയി. I had a point of surrender, but I forgot the process of എന്നോട് surrender. ക്ഷമിക്കണമേ എന്ന് പറയാം. Just to ask the Lord to forgive us. ഇന്ന് രാവിലെ കർത്താവിനോട് പറയാം, നമുക്ക് Let പ്രാർത്ഥിക്കാം. us ask the Lord this morning and pray. Our Heavenly Father, we thank you for the word that is given to us, oh God. Father, more than anything else we value in this world, our education, our accolades, our position, our jobs, all the worldly possession, material possession we have. Help us to continue to count the suffering with you and knowing you and the surpassing greatness of you would be our greatest treasures. All of us have found you at some point in our lives, but let us not be stuck there, but help us to understand it is a process every day, killing ourselves and to be selfless and other-centered, oh God. Father, I pray, enlighten our hearts to do that every day of our lives, Lord, to love others, to care for others, to consider others better than us, oh God. And we pray for everyone who's standing here, Lord, and you hear their heart cry, oh God. Because of that, Lord, we will have blessings in our life. The blessings that we can never count, oh God. Amen. Father, help us to exchange all these things for the surpassing greatness of knowing you, oh God. Just like Paul said, Lord, we consider all these things rubbish in this world, the things that we hold dear. Give us that outlook in life, oh God. Father, thank you for enabling your servant to bring the word this morning. We thank you for what you're doing, and I pray that help us to practice this in our Amen. daily life.